ഇപ്പോൾ റോൾ ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾ പഠിച്ചു. അടുത്തതായി നമ്മൾ നോക്കുന്നത് എന്താണ്? എങ്ങനെ ഇത് ബാക്കോട്ട് പോവാം. നിങ്ങൾ ഇപ്പം ചെയ്തതിൻ്റെ നേരെ റിവേഴ്സ് ചെയ്താൽ മതി. റിവേഴ്സ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? നിങ്ങൾ ആദ്യം ഫോർവേഡ് ചെയ്ത് ലെഫ്റ്റ് ലെഗിലാണെങ്കിൽ ബാക്ക്വേർഡ് വരുന്ന സമയത്ത് റൈറ്റ് ലെഗിന് ആദ്യം വെക്കും. 1 2 1 2 1 2. ഇത്തരത്തിൽ എന്ത് ചെയ്യാം? ബാക്കോട്ടും നമുക്ക് റോൾ ചെയ്യാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് എന്ന സ്റ്റൈലിൽ പ്രാക്ടീസ് ചെയ്താൽ മതി. ആദ്യം തന്നെ എന്ത് ചെയ്യരുത്? ഒരുപാട് വേഗത്തിൽ ചെയ്യാൻ നിൽക്കരുത്. വളരെ സ്ലോ ആയിട്ട് ആ റിതത്തിൽ പോവാം. പിന്നെ ഒരു കാര്യം, ഇത് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത്? ബൗൺസ് ചെയ്യാണ്. ബൗൺസ് ചെയ്ത് ചെയ്യരുത്. ബൗൺസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ 2 തവണ നിന്ന സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പണൻറ്റിൻ്റെ പഞ്ച് കിട്ടാനുള്ള ചാൻസ് കൂടുകയാണ്. അപ്പം സിംഗിൾ മൂവ്മെൻറ്റിൽ എന്ത് ചെയ്യണം? റോൾ ചെയ്യണം. ഒരു എക്സ്ട്രാ ബൗൺസ് നിങ്ങളവിടെ ഒരു കാരണവശാലും കൊടുക്കരുത്. ഇനി ഇതിൽ നമുക്ക് പഞ്ച് ആഡ് ചെയ്തിട്ട് എങ്ങനെ പോകാമെന്ന് നോക്കാം. ഞാനിവിടെ 1 എന്ന പഞ്ച് ആഡ് ചെയ്യുന്നു. ഓക്കെ, റോളിൻ്റെ കൂടെ 1 എന്ന പഞ്ച്. 1 1 1 1 1 1 1 1. ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? 1 എന്ന പഞ്ച് ആഡ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാം. ആദ്യം നിങ്ങൾ 1 എന്ന പഞ്ചിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അതിനുശേഷം 1 2 എന്ന പഞ്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. നമ്മളിപ്പോൾ 1 എന്ന പഞ്ച് എന്താണ്? ഫോർവേഡ് മാത്രമേ ചെയ്തുള്ളൂ. അത് ബാക്ക്വേഡ് എങ്ങനെ ചെയ്യും? ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തന്നു ബാക്ക്വേഡ് എങ്ങനെയാണ് റോൾ ചെയ്ത് നടക്കാമെന്നല്ലേ. അതിൻ്റെ കൂടെ 1 എന്ന പഞ്ച് ആഡ് ചെയ്യുന്നു. 1 1 1 1 1 1 1 1. ഇതാണ് 1 എന്ന പഞ്ച്. ഇനി 1 2 ആകുമ്പോൾ എങ്ങനെ വരും? സെയിം മൂവ്മെൻറ്റ് നിങ്ങൾ ചെന്നിട്ട് 1, അതായത് നിങ്ങൾ ആ പൊസിഷനിൽ വന്നിട്ട് 1 2 എന്നുള്ള പഞ്ച് ചെയ്യുന്നു. 1 2 1 2 1 2 1 2 1 2 1 2 1 2. One more time. 1 2 1 2 1 2 1 2 1 2. ഇതിനി റിവേഴ്സ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? 1 2 1 2 1 2 1 2 1 2 1 2. ഇത്തരത്തിൽ എന്താണ്, നമുക്ക് റിവേഴ്സും ചെയ്യാം. നമുക്കിവിടെ ഒരു കോമ്പിനേഷൻ കൂടെ റോളിൽ നോക്കാം. 1 1 റോൾ 2 എങ്ങനെ ചെയ്യാം? 1 1 റോൾ 2. One more time. 1 1 roll 2. Again 1 again 1 1 roll 2.